सबको मेरा नमस्कार। आज हम देखेंगे ഉദയ് പ്രകാശ് ജി द्वारा लिखित अपराध कहानी. അപ്പം ഈ കഥ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് പറയാനുള്ളത് ഉദയ് പ്രകാശ് ജിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ചെറിയ ഇൻസിഡൻ്റാണ് ഇതിൽ പറയുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ഉദയ് പ്രകാശ് ജിയും അവരുടെ ബ്രദറും ആണ്. അപ്പോൾ നമ്മുടെ ഒക്കെ ലൈഫിൽ കുട്ടിക്കാലത്ത് നടന്ന ചെറിയ ചെറിയ ഇൻസിഡൻറ്റോ ഇല്ലെങ്കിൽ നമ്മൾ കാരണം നമ്മുടെ സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്നൊരു കുറ്റബോധം ഉണ്ടല്ലോ, അതുപോലൊരു കുറ്റബോധമാണ് ഈ അപരാധ് എന്ന കഥയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ അത് ലൈഫ് ലോങ് ആ ഒരു കുറ്റബോധം ഇല്ലെങ്കിൽ അപരാധബോധം നമ്മളെ പിന്തുടരുമ്പോൾ അത് തുറന്നു പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി എന്താണ് കഥ എന്ന് നമുക്ക് നോക്കാം. मेरे भाई मुझसे 6 साल बड़े थे. आश्चर्य था कि पूरे गांव में सभी लड़के मुझसे 6 वर्ष बड़े थे. मैं इसलिए सबसे छोटा था और अकेला था. सब खेलते तो उनके पीछे मैं लग जाता. അപ്പോൾ ഉദയ് പ്രകാശ് ജി പറയുന്ന രീതിയിൽ തന്നെയാണ് കഥ എഴുതിയിട്ടുള്ളത്. എൻ്റെ ഭായ്, അതായത് ഉദയ് പ്രകാശ് ജിൻ്റെ ബ്രദർ, അവരെക്കാട്ടിലും 6 വയസ്സിന് മൂത്തതായിരുന്നു. അതുപോലെ തന്നെ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന കുട്ടികൾ എല്ലാം ഏട്ടൻ്റെ ഒപ്പമുള്ള ആൾക്കാരായിരുന്നു. അവർ സമപ്രായക്കാരായിരുന്നു. അവരെല്ലാവരെക്കാട്ടിലും ഏറ്റവും ചെറുത് ഉദയ് പ്രകാശ് ജി ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒറ്റയുമായിരുന്നു, അഖേലാ ഥ. ഉദയ് പ്രകാശ് ജിൻ്റെ സമപ്രായക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും കളിക്കുന്നതിൻ്റെ പുറകെ പോയി കളിയിൽ ഒത്തുചേരുക എന്നതായിരുന്നു കുട്ടിക്കാലത്ത് അവരുടെ ഹോബി. കാരണം കൂടെ കളിക്കാൻ അവർക്ക് പറ്റിയ ആൾക്കാരില്ല, സമപ്രായക്കാരില്ല. मेरे भाई बचपन से अपाहिज थे. उनके एक पैर को पोलियो हो गया था, लेकिन वो बहुत सुंदर थे, देवताओं की तरह. वो आसपास के कई गांवों में सबसे अच्छे तैराक थे और उनको हाथ की पंचों की लड़ाई में कोई नहीं हरा सकता था. അതുപോലെ തന്നെ ഇവരുടെ ബ്രദർ കുട്ടിക്കാലത്ത് അപാഹിജാണ്, മീൻസ് അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയാണ്. അവരുടെ ഒരു കാലിൽ പോളിയോ ബാധിച്ചിരുന്നു. പക്ഷെ അവർ ദേവതമാരെ പോലെ ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു കുട്ടിയാണ്. അതുപോലെ വോ ആസ്പാസ് കി ഗാവോं की सबसे अच्छे तैराक था. അവിടെ ആ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അറിയപ്പെടുന്ന ഒരു തൈറാക്ക് എന്ന് വെച്ചാൽ സ്വിമ്മർ, നീന്തലുകാരനായിരുന്നു. അതുപോലെ ഇവരുടെ കൈയിൻ്റെ ഒരു ശക്തിയും ഭയങ്കരമായിരുന്നു. അവരുടെ അടുത്ത് കളിച്ച് തോൽക്കാനോ ഇല്ലെങ്കിൽ അടിച്ച് തോൽക്കാനോ ഒന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു എല്ലാം കൊണ്ടും ഒരു സൽഗുണസമ്പന്നനായിരുന്നു ഉദയ് പ്രകാശ് ജിൻ്റെ ബ്രദർ. जबकि मैं दुबला पतला था, कमज़ोर और चिड़चिड़ा. मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे. അതേ സമയത്ത്, അതായത് ഈ ബ്രദർ നല്ല സുന്ദരനായിരുന്നു, നല്ലോണം നീന്തും, നല്ല ശക്തിയുള്ളൊരു കുട്ടിയായിരുന്നു. അറ്റ് എ ടൈം ഉദയ് പ്രകാശ് ജി സ്വയം പറയുന്നത് അവർ ദുബല പത്തല, ഭയങ്കര മെലിഞ്ഞുണങ്ങിയ ഒരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ കംസോർ എന്ന് വെച്ചാൽ ഭയങ്കര വീക്കായിട്ടുള്ളൊരു പേഴ്സൺ. അതുപോലെ ചിച്ചിട എന്ന് വെച്ചാൽ ഇറിറ്റേറ്റിംഗ് ഇല്ലെങ്കിൽ വാശി പിടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് തൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഒരു അസൂയ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ, സമപ്രായക്കാർ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഏട്ടന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഉദയ് പ്രകാശ് ജി ഏട്ടനെ നോക്കുകയാണെങ്കിൽ ഏട്ടൻ ഭയങ്കര സുന്ദരനാണ്, നീന്താൻ കഴിവുണ്ട്, അടിപിടി കൂടാനുള്ള കഴിവുണ്ട്, മീൻസ് എല്ലാവരിലും ജയിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല ശക്തിയുണ്ട്. പക്ഷെ ഞാനാണെങ്കിലോ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, ഭയങ്കര വീക്കാണ്. അതുപോലെ എൻ്റെ അടുത്ത് അധികം ആരും ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വരില്ല, കാരണം ഞാൻ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഏട്ടൻ്റെ അടുത്ത് ഭയങ്കര അസൂയാണ് എന്നാണ് ഉദയ് പ്രകാശ് ജി പറയുന്നത്.
मैं सबसे छोटा था इसलिए मैं भाई के लिए एक उत्तरदायित्व की तरह था। वो मुझसे प्यार करते थे और मेरे प्रति उनका रुख एक സംരക്ഷക് की जिम्मेदारी जैसा था. ഞാൻ എല്ലാവരെക്കാളും ചെറുതായതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടന് ഞാനൊരു ഉത്തരവാദിത്വത്തിൻ്റെ ഏട്ടൻ എന്നെ എന്താണ് എപ്പോഴും ഉത്തരവാദിത്വത്തോടു കൂടി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ലവിനെക്കാട്ടിലും കുറച്ചും കൂടെ കെയർ തരുന്ന ഒരു പേഴ്സണായിരുന്നു. വീട്ടിലെ ചെറുതായതുകൊണ്ടും അവരുടെ കൂട്ടത്തിൽ ചെറുതായതുകൊണ്ടും എപ്പോഴും നല്ലോണം കെയർ കിട്ടിയിരുന്നു ഏട്ടൻ്റെ ഭാഗത്തു നിന്ന്. കാരണം സ്വന്തം അനിയനെ അങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു അവർ. वो मुझसे प्यार करते थे और मेरे प्रति उनका रुख एक संरक्षक की जिम्मेदारी जैसे था. അവർക്ക് ലവിനെക്കാട്ടിലും പ്യാറിനെക്കാട്ടിലും ഇതുപോലെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു കുറച്ചും കൂടെ മുന്നേ നിൽക്കുന്നത്. കാരണം എനിക്കൊന്നും പറ്റാതെ ഇല്ലെങ്കിൽ എപ്പോഴും കളിക്കാൻ കൂട്ടിയിട്ട് പോയി വീട്ടിലെത്തുന്നവരെ എന്നെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു ചേട്ടൻ. सब खेलते और मैं छोटा होने के कारण अकेला पड़ जाता तो भाई आकर मेरी मदद करते. जोड़ी और फाली वाले कई खेलों में वो मुझे अपनी फाली में शामिल कर लेते थे. कोई दूसरा लड़का अपनी फाली में मुझे शामिल करके हार का खतरा नहीं उठाना चाहता था. अक्सर भाई मेरी वजह से ही हारते. फिर भी वो मुझसे कभी कुछ नहीं कहते थे. मैं उनकी जिम्मेदारी था और वह उसे निभाना चाहते थे. जहाँ तक मुझे याद है उन्होंने कभी मुझे नहीं मारा. അതുപോലെ തന്നെ കളിക്കുന്ന സമയത്ത് എപ്പോഴും ഈ കുട്ടി ചെറുതായതുകൊണ്ട് ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അങ്ങനെ എപ്പോഴാണോ ഒറ്റയ്ക്കാവുന്നത് ആ സമയത്ത് ഉടനെ ബായി വന്നിട്ട് ഉദയപ്രകാശിൻ്റെ ബ്രദർ വന്നിട്ട് ഈ കുട്ടീനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ രണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ കളിക്കുകയാണെങ്കിൽ ആരും തന്നെ ഉദയപ്രകാശിനെ കൂട്ടാൻ നിൽക്കില്ല. കാരണം എന്തായാലും തോൽക്കുന്നറിയാം. പക്ഷെ വേഗം ഏട്ടൻ വന്ന് ഏട്ടൻ്റെ ഗ്രൂപ്പിൽ ചേർത്തും. അതുപോലെ അനിയൻ കാരണം തോൽക്കേണ്ടി വന്ന സിറ്റുവേഷനിലും ഒരിക്കലും നീ കാരണം ഞാൻ തോറ്റ് എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുമില്ല. അതിൻ്റെ പേരിലൊന്നും വേദനിപ്പിച്ചിട്ടുമില്ല, അടിച്ചിട്ടുമില്ല. എപ്പോഴും എന്താണ് ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് എന്നെ കൊണ്ട് നടന്നത്. जो कुछ मैं बताना जा रहा हूँ उसका संबंध भाई और मुझसे ही है. ये बहुत महत्वपूर्ण घटना है. ऐसी घटना जो जीवन भर आपका साथ नहीं छोड़ती और अक्सर स्मृति में बीच में कहीं अचानक सुलगाने लगती है കിസി അങ്കോറോം കി തറ. അതായത് ഇനി പറയാൻ പോകുന്ന കാര്യം, അതായത് അപരാധം എന്ന് പറയുന്ന കഹാനീൻ്റെ തീം ഉദയപ്രകാശിയും അവരുടെ ബ്രദറും കൂടെ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ്. അത് ഇപ്പോഴും ഉദയപ്രകാശിൻ്റെ മനസ്സിൽ ചിലപ്പോൾ എന്താണ് ഒരു തീക്കനൽ പോലെ, അത് വല്ലാത്തൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. हुआ उस दिन कि मैं भाई के साथ खेलना गया. उस दिन बारिश हो चुकी थी और शाम की ऐसी धूप फैली हुई थी जो शरीर में उल्लास भरा करती है. ऐसे में कोई भी खेल बहुत तेज गतिमय और सम्मोहक हो जाता है. അതായത് ഇവരുടെ കുട്ടിക്കാലത്തെ ഒരു ദിവസം ബ്രദറും ഉദയപ്രകാശിയും എല്ലാവരും കൂടെ കളിക്കാൻ പോയി. ആ സമയത്ത് നല്ലോണം രാവിലെ മുതൽ നല്ലോണം മഴ പെയ്തിരുന്നു. വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ തോർന്നു. അപ്പോൾ അത്രയും നേരം കളിക്കാതിരുന്നതിൻ്റെ മുഴുവൻ ആവേശവും കുട്ടികളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ കളിക്കാൻ തുടങ്ങി. കളി ഭയങ്കര ആവേശത്തോടു കൂടിയായി. നല്ല താളത്തിൽ ആവേശത്തോടു കൂടി പോവുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ കളി ഇങ്ങനെ എല്ലാവരുടെ മനസ്സിനെയും ഭയങ്കര മോഹിപ്പിക്കുന്നതായിരുന്നു. മീൻസ് എല്ലാവരും അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. सभी लड़के हटबॉल खेल रहे थे. लकड़ी की छोटी छोटी हड्डियाँ हर लड़के के पास थी. पूरी ताकत से हटबॉल को ज़मीन पर आगे की ओर गति देते हुए सीधे मारा जा रहा था. ताकत और संवेग से नम धरती पर गिरा हुआ हटबॉल गुलाटियाँ खाते हुए बहुत दूर तक जाता था. എല്ലാവരും ഈ ഹട്ട്ബോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ കൊട്ടിയും പുള്ളും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു നീളത്തിലൊരു കമ്പും ഒരു കുഞ്ഞു കമ്പും വെച്ചിട്ട് ആ വലിയ കമ്പ് കൊണ്ട് ചെറിയ കമ്പിന് ഇങ്ങനെ പൊക്കി ഒറ്റ അടിയാണ്. അപ്പോൾ അത് ദൂരത്തേക്ക് പോകും. നമ്മൾ ഈ ഒരു നാടൻ കളിയാണത് കേട്ടോ. അപ്പോൾ ആ കളിയായിരുന്നു അവിടെ എല്ലാവരും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ
നമ്മുടെ ശക്തി കൊണ്ടാണ് ഇങ്ങനെ അടിച്ച് എത്ര ദൂരത്തേക്ക് ആക്കുന്നത് നമ്മുടെ ശക്തിൻ്റെ ഒരു കളിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ആവേശത്തോടു കൂടി എല്ലാവരും കളിക്കുകയായിരുന്നു. മുജ്മേ ना इतनी ताकत थी ना मैं इतना बड़ा था कि हटबाल उतनी दूर तक पहुंचा था जबकि वहाँ में एक हॉट एक प्रतिद्वंदिता शुरू हो चुकी थी. कोई भी हारना नहीं चाहता था. ये ऐसा खेल था जिसमें कोई पाली नहीं होती, कोई किसी का जोड़ीदार नहीं होता, हर कोई अपनी अकेली क्षमता से लड़ता है. അത് ഈ കളീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ടോ ടീമായിട്ടോ ഒന്നും കളിക്കുന്ന കളിയല്ല, എല്ലാവരും അവരവരുടെ കഴിവ് തെളിയിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ കളി കളിച്ചാൽ എന്തായാലും തോറ്റു പോകും, കാരണം അവിടെ നിൽക്കുന്നവരുടെ അത്രയും ആരുടെയും അത്രയും ശക്തി എനിക്കില്ല കേട്ടോ. മുജ്മേ से भाई भी उस खेल में डूब गए थे. वो कई बार पिछड़ रहे थे, इसलिए गुस्से और तनाव में और ज़्यादा ताकत से हटबाल फेंक रहे थे. അപ്പോൾ ആ കളിയിൽ ബ്രദറും കളിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നല്ലോണം കളിയിൽ മുഴുകിയിരിക്കുന്നുണ്ട്, കാരണം തുടക്കത്തിൽ 2-3 കളിയിലൊക്കെ തോറ്റുപോയി, പുറകിലായിപ്പോയി. പിച്ചിട്ട് റഹേത്തെ പുറകിലായപ്പോൾ ടെൻഷനും അതുപോലെ തന്നെ ദേഷ്യവും ഒക്കെ വന്നു, കാരണം ഇത് ടീമായിട്ട് കളിക്കുന്നതല്ല, ഒറ്റയ്ക്ക് കളിക്കുന്നത്. അപ്പോൾ തോറ്റുപോയാലുള്ള ആ ഒരു വിഷമം, ഇല്ലെങ്കിൽ ജയിക്കണം എന്നുള്ളൊരു തീരുമാനം ഉള്ളത് കൊണ്ട് തന്നെ ആ ബ്രദർ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് കളിക്കുന്നത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. वो मुझे भूल चुके थे और मैं अकेला जुट गया था 6 वर्ष पीछे कमज़ोर. उस दिन उस खेल में शामिल होने के लिए मुझे 6 वर्षों की दूरी पार करनी पड़ती जो मैं नहीं कर सकता था. അപ്പോൾ ഈ ഏട്ടൻ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയപ്രകാശിനെ മറന്നു പോവാന്ന് വെച്ചാൽ അവർ ആ കളിയിൽ അത്രയും മുഴുകിയിരിക്കുകയായിരുന്നു. സാധാരണ എപ്പോഴും ഭയങ്കര കെയർ ചെയ്യുന്നത് കൊണ്ട് ഈ നമ്മുടെ ഈ ചെറിയ കുട്ടിക്ക് ഏട്ടൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നും ആവശ്യമുള്ള പോലെ ആയിപ്പോയി. അപ്പോൾ കുറച്ച് നേരം മൈൻഡാക്കാതിരുന്നപ്പോൾ തന്നെ ഭയങ്കര സങ്കടമൊക്കെ വന്നു. പോരാത്തത് അപ്പോൾ അവരിങ്ങനെ പറയാണ്, ഞാൻ ഒറ്റയ്ക്ക് മാറി ഇരിക്കുകയായിരുന്നു, കാരണം ഞാൻ എല്ലാവരെക്കാട്ടിലും 6 വയസ്സിന് താഴെയാണ്, അതുപോലെ തന്നെ ഭയങ്കര വീക്കായിട്ടുള്ള പേഴ്സണാണ്, എന്നെക്കൊണ്ട് ഈ കളി കളിക്കാൻ പറ്റൂല എന്ന് അവർക്കും എനിക്കും നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ആ കളിയിൽ ഞാൻ ജോയിൻ ചെയ്യാതെ മാറിയിരിക്കുകയായിരുന്നു, കാരണം ആ ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്താണ് 6 വയസ്സ് കൂടുതൽ വേണമായിരുന്നു എന്ന് പറയുന്നത് അത്രയും ഡിഫറൻസ് ഞാൻ ഒറ്റയാവാൻ കാരണം എനിക്ക് അവരുടെ ഒപ്പം ആ വയസ്സില്ലാത്തത് കൊണ്ടാണ്. ഞാൻ 6 വയസ്സ് കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ ഞാൻ അവരുടെ സമപ്രായക്കാരല്ലേ, അപ്പോൾ അവരുടെ കൂടെ എനിക്ക് കളിക്കാമായിരുന്നു. പക്ഷെ എനിക്ക് അത്ര വയസ്സില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മാറി ഇരിക്കുകയാണ്. भाई जितने जीतने लगे थे उनका चेहरा खुशी और उत्तेजना में दहक रहा था. उन्होंने एक बार भी मेरी ओर नहीं देखा. वो मुझे पूरी तरह भूल चुके थे. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ കളിയിൽ മുഴുകിയിരിക്കുകയാണ്, ജയിക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ മുഖം, ബ്രദറിൻ്റെ മുഖം ഭയങ്കര സന്തോഷം കൊണ്ടും ആവേശം കൊണ്ടൊക്കെ ഇങ്ങനെ തഹറാത്ത, മുഖം നിറയെ സന്തോഷവും ആവേശവും ഒക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഈ മാറിയിരിക്കുന്ന കുട്ടീനെ ഏട്ടൻ നോക്കിയില്ല. ശരിക്കും ഏട്ടൻ കളിയിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് അനിയനെ മറന്നുപോയി കുറച്ച് നേരത്തേക്ക്. മുझे पहली बार एक लगा कि मैं वहाँ कहीं नहीं हूँ. എനിക്ക് ആദ്യമായിട്ട് ഏട്ടൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പോയ സമയത്ത് ലൈഫിൽ ആദ്യമായിട്ട് തോന്നി ഞാൻ അവിടെ എവിടെയും ഇല്ല, എന്നെ മൈൻഡാക്കാൻ ഇവിടെ ആരും ഇല്ല എന്നൊക്കെ തോന്നിപ്പോയി. मुझे रोना आ रहा था और भाई के प्रति मेरे भीतर एक बहुत ज़बरदस्त प्रतिकार पैदा हो रहा था. मैं अपने हटबाल को अकेला अलग गड़ा हुआ एक पत्थर पर पटक रहा था. मैं ईर्ष्या, आत्महीनता, उपेक्षा और नग्नता की ऊंच में झुलस रहा था. ആ സമയത്ത് എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു, അതുപോലെ തന്നെ ഏട്ടൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം വന്നു, പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു ദേഷ്യം വന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊട്ടിയുള്ളൊക്കെ ദൂരേക്ക് വെച്ചിട്ട് ഭയങ്കര ഈർഷ്യ, അസൂയയും ഭയങ്കര ആത്മഹീനത, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉപേക്ഷയും, അതായത് എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയും, നഗ്നത എന്ന് വെച്ചാൽ പുച്ഛം, അതെല്ലാം കൂടിയിട്ട്
ഏട്ടൻ്റെ അടുത്തുള്ള ദേഷ്യം, ഈ കുട്ടീനെ അവോയ്ഡ് ചെയ്യുന്ന സങ്കടം, ദേഷ്യം, ടെൻഷൻ, പുച്ഛം, ആത്മഹിംസ എല്ലാം കൂടെ ചേർന്നിട്ട് അത് മനസ്സിൽ കിടന്ന് ജുലസ് റഹാത്ത, മനസ്സിലിങ്ങനെ എരിയായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് എന്താണെങ്കിലും പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥ ഈ കുട്ടിയിൽ ഉണ്ടായി. तभी अचानक मेरा हाथ बाल चट्टान से टकराकर उछला और सीधे मेरे माथे पर आकर लगा. माथा फूट गया और खून बहने लगा. मैं चीखा तो भाई मेरी ओर दौड़े. खेल बीच में ही रुक गया था. അപ്പോൾ പെട്ടെന്ന് ഈ കുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഹഡ് ബാൽ ഉണ്ടല്ലോ, ആ പാറ കഷ്ണത്തിൽ നിന്ന് വീണു. ടക്രാക്കർ മറിഞ്ഞു വീണു. ഈ കുട്ടീൻ്റെ നെറ്റിയിൽ തട്ടി, നെറ്റി പൊട്ടി ചോര വരാൻ തുടങ്ങി. ബഹനയിലക ഒഴുകാൻ തുടങ്ങി. ഈ കുട്ടി ഭയങ്കരമായിട്ട് നിലവിളിച്ചു. അപ്പോഴത്തേനും ഏട്ടൻ ഓടി വന്നു. കളി അവിടെ നിന്നുപോയി. ആരും ആ കളിയിൽ ജയിച്ചില്ല കേട്ടോ. ആ കളി അതോടെ അവിടെ നിന്നു. ഈ കുട്ടിയാണെങ്കിൽ ക്യാ ഹുവാ ഭായ് ഘബറാ ഗയേ തേ और मेरे माथों को अपनी हथेली से दबा रहे थे. എന്താ പറ്റി എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് അവരുടെ കൈ കൊണ്ട് കുട്ടീൻ്റെ നെറ്റിയിൽ ചോര വരുന്ന അവിടെ അമർത്തി പിടിച്ചു. മേരാ ഹുസ്സ മിട്ടാ നഹീ താ. പക്ഷേ ഈ കുട്ടിക്ക് കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്നില്ല ഒരു ദേഷ്യം, ടെൻഷനും ഒക്കെ. ടെൻഷനല്ല, ഒരു വാശി, അതൊന്നും അപ്പോഴും ആ ദേഷ്യം മിട്ടാ നഹീ താ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മേ ഭായിക്കോ അപ്പനി ഉപേക്ഷ കാ ദണ്ഡ് ദേനാ ചാഹതാ താ. കുറച്ച് നേരം ഈ കുട്ടീനെ അവോയ്ഡ് ചെയ്തതിൻ്റെ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് ആ കുട്ടി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. सो मैंने भाई को झटक दिया और खुद को छुड़ाकर घर की ओर भागा. भाई डर गए थे और दौड़कर मुझे मारना चाहते थे, लेकिन उनका दाएं पैर पोलियो का शिकार था, इसलिए वो मेरे साथ दौड़ नहीं सकते थे. उन्होंने लंगड़ाकर दौड़ने की कोशिश भी की, लेकिन वो गिर गई. അപ്പോൾ എനിക്ക് ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭായിനെ ജുഡക് ദിയ, തള്ളി മാറ്റിക്കൊണ്ട് വീട്ടിലേക്ക് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഏട്ടൻ പേടിച്ചിട്ട് എൻ്റെ പുറകെ ഓടി വരാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലിൽ പോളിയോ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടീൻ്റെ ഒപ്പം ഓടാൻ ആ ഏട്ടന് പറ്റിയിരുന്നില്ല. പക്ഷെ എന്നാലും ആ ലങ്കടാക്കർ മുടന്ത് കാല് വെച്ചിട്ട് ഓടാൻ ശ്രമിച്ചു. പക്ഷെ വീണുപോയി. ഏട്ടൻ എന്തായാലും ആ കുട്ടീൻ്റെ അത്രയും ഓടാൻ പറ്റൂലല്ലോ, ഒരു അപാഹിജാണല്ലോ, അംഗവൈകല്യമുള്ളൊരു കുട്ടിയായിരുന്നു. मेरी कमीज गून से भीग गई थी, सिर के बाल गून से लिपट गए थे. माँ मुझे देखकर डर गई और रोने लगी. पिताजी घबराई हुई गाँव पर पाउडर डालने लगे. എൻ്റെ ഡ്രസ്സ്, കമീസ്, കുർത്ത മുഴുവൻ ചോര കൊണ്ട് നിറഞ്ഞു. തലയിലെ മുടി മുഴുവൻ ചോര ഇങ്ങനെ ആയിട്ട് ഒട്ടിപ്പിടിച്ചു. ലിത്തട്ട് ഗയ്യത്തെ ഒട്ടിപ്പിടിച്ചു ചോരയായിട്ട്. അത് അമ്മ എന്നെ കണ്ടിട്ട് ഭയങ്കര പേടിച്ചു പോയി, കരയാൻ തുടങ്ങി. അച്ഛനും പേടിച്ച് വേഗം ഗാവപ്പർ മുറിയിൽ ചോര നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പൗഡറൊക്കെ ഇട്ട് തന്നു. मैंने रोते हुए माम को बताया कि मुझे भाई ने घटबाल से मारा है. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഏട്ടനാണ് ഹഡ്ബാലും കൊണ്ട് അടിച്ചത്, ഇല്ലെങ്കിൽ ഏട്ടൻ കാരണമാണ് എനിക്ക് ഈ മുറി പറ്റിയെന്ന് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. तभी मैंने देखा कि भाई लंगड़ाते हुए चले आ रहा था अकेले. उनको आशंका हो गई होगी, वो डरे हुए रहे होंगे. പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഏട്ടൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മുടന്തി നടന്നു വരുന്നുണ്ടായിരുന്നു. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു മുഖത്ത്. എന്തോ മീൻസ് എനിക്ക് പണി വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ഭയങ്കര പേടിച്ചിട്ടാണ് വരൽ. കാരണം അനിയനെ നോക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഏട്ടനുണ്ടായിരുന്നു. ഏട്ടൻ അത് ഇത്രയും കാലം നല്ലപോലെ നോക്കി. ഇന്ന് കുറച്ച് ശ്രദ്ധിച്ചില്ല, അന്ന് തന്നെ അപകടം പറ്റി. പക്ഷെ അത് ഏട്ടൻ കാരണം ആയിരുന്നില്ല. भाई बार बार कहते रहे कि मैंने इसे नहीं मारा, लेकिन पिताजी उन्हें पीटे जा रहे थे. ഏട്ടൻ വീണ്ടും പറയുന്നുണ്ടായിരുന്നു, ഇല്ല ഞാനല്ല ഇവനെ അടിച്ചേ, ഞാൻ കാരണമല്ല ഇത് പറ്റിയെന്ന്. പക്ഷെ അപ്പോഴത്തേനും അച്ഛൻ നന്നായിട്ട് ഏട്ടനെ അടിക്കുന്നുണ്ടായിരുന്നു. ഭായി റോ രഹേ തേ, ഏട്ടൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. വോ സച്ച് ബോൾ രഹേ തേ ലേക്കിൻ ഉന്നെ സജാ മിൽ രഹേ തി. അവർ സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. मैंने भाई का चेहरा देखा, वो मेरी ओर देख रहे थे.
ഞാനപ്പോൾ അച്ഛൻ്റെ നിന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉൻകി ആँखें लाल थी और उनमें करुणा और कादरता थी, जैसे वो मुझसे याचना कर रहे हो कि मैं सच बोल दूँ. അപ്പോൾ ഏട്ടൻ്റെ കണ്ണ് ഇങ്ങനെ ചുവന്ന് ഭയങ്കര നോക്കുന്നുണ്ട്, എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ദയോടുകൂടി എന്നോട് യാചിക്കുകയായിരുന്നു. ഒന്ന് പറ, സത്യം പറ, ഞാനല്ല നിന്നെ അടിച്ച്, ഇല്ലെങ്കിൽ ഞാൻ കാരണമല്ല നിനക്ക് മുറി പറ്റിയേ എന്നുള്ള സത്യം പറ എന്ന് ഏട്ടൻ എന്നെ നോക്കി യാചിക്കുന്നുണ്ടായിരുന്നു. उन्हें सजा मिल चुकी थी, लेकिन तब तक देर हो चुकी थी. പക്ഷെ അത് ഒരുപാട് നേരം കഴിഞ്ഞിരുന്നു. കാരണം उन्हें सजा मिल चुकी थी, ഏട്ടനുള്ള പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. फिर इतनी जल्द बात तो बिल्कुल बदलना मुझे संभव भी नहीं लग रहा था. क्या पता पिताजी फिर मुझे ही മാറിനെ ലഗ്തേ മേ ഡർ രഹാ താ. അതായത് ഇനി മാറ്റി പറയാൻ പറ്റൂല. കാരണം ഏട്ടന് ഫുൾ അടി കിട്ടിക്കഴിഞ്ഞു. അടി കിട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ അത് ഇനി എന്നെ ഏട്ടൻ തല്ലിയതല്ല, അത് ഞാൻ കാരണം പറ്റിപ്പോയതാന്ന് പോയി പറയാൻ നിന്നാൽ ചിലപ്പോൾ അച്ഛൻ അതേപോലെ ഏട്ടനെ അടിച്ച പോലെ എന്തിനാ നുണ പറഞ്ഞതെന്ന് ഓർത്തിട്ട് എന്നെ അടിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ആ സത്യം പറയാൻ പോയില്ല. एक घटना वर्षों पुरानी है, लेकिन भाई को वे खातर आगे अब भी मुझे कभी कभी घुरने लगती है. याचना करती हुई, सच बोलने की भीख मांगती हुई. मेरी स्मृति में जब भी वो आगे जाग उठती है, मेरी पूरी चेतना ग्लानि, बेचैनी और अपराध बोध से भर उठती है. ആക്ച്വലി ഈ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പഴയതാണ്, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. എന്നാലും ഇന്നും ഏട്ടൻ്റെ ആ ഒരു കണ്ണുകൾ, എന്നെ യാചനയോടെ നോക്കിയ ഏട്ടൻ്റെ ആ കണ്ണുകൾ എന്നെ ഇപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും. സത്യം പറയാൻ വേണ്ടി ഏട്ടൻ എന്നോട് ഇങ്ങനെ യാചിച്ചത്, ഇല്ലെങ്കിൽ ഭിക്ഷ ചോദിച്ച പോലുള്ള ആ അവസ്ഥ എന്നെ എപ്പോഴും പിന്തുടരായിരുന്നു. അത് ഓർമ്മ വരുമ്പോൾ ഒക്കെ എനിക്ക് മുഴുവൻ പശ്ചാത്താപവും ഭയങ്കര അപരാധബോധവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും. मैं अपने इस अपराध के लिए क्षमा मांगना चाहता हूँ. इस अपराध की सजा पाना चाहता हूँ. അപ്പോൾ എനിക്ക് ഈ ഞാൻ ചെയ്ത ഈ ഒരു അപരാധത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അപരാധത്തിൻ്റെ ആ ഒരു ബോധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാവരോടും ക്ഷമ ചോദിക്കണമായിരുന്നു. ക്ഷമ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അന്ന് ചെയ്ത അപരാധം, ഞാൻ നുണ പറഞ്ഞതുകൊണ്ട് ഏട്ടന് ഒരുപാട് അടി കിട്ടി. അപ്പോൾ ആ അപരാധത്തിനുള്ള പണിഷ്മെൻറ്റ് എനിക്ക് വാങ്ങണമായിരുന്നു. പക്ഷേ അബ് തോ മാം ഓർ പിതാജി ബി നഹി ഹേ. പക്ഷേ ഇത് പറയാൻ ഇപ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നില്ല. ഉദയപ്രകാശ് ജിൻ്റെ അച്ഛനും അമ്മയും ക്യാൻസർ ബാധിച്ചിട്ട് മരിച്ച ആൾക്കാരാണ്. ജിന്മേ മേ എ ബതാവും കി ഉസ് ദിൻ ടീക് ടീക് ക്യാ ഹുവാ താ. അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് പറയായിരുന്നു അന്നത്തെ ദിവസം, ഞാൻ ആ നുണ പറഞ്ഞ ദിവസം, ഏട്ടന് അടി കിട്ടിയ ദിവസം എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. കാരണം അത്രയും അപരാധബോധം എനിക്ക് ഉണ്ട്. ഭായി ഹി മുझे ക്ഷമ കർ സക്തേ ഹേ. പക്ഷെ അച്ഛനും അമ്മയും ഇല്ലെങ്കിലും ഏട്ടൻ എന്നോട് ക്ഷമിക്കായിരുന്നു. ജിനെ മേരെ ജൂട്ട് കാ ദണ്ഡ് ഭോഗ്നാ പടാ. കാരണം ഏട്ടനാണ് ആ ഒരു എൻ്റെ നുണൻ്റെ ഫലം അനുഭവിച്ചത് ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ എന്നോട് ധൈര്യമായിട്ട് ക്ഷമിക്കായിരുന്നു. പക്ഷേ मैंने इस घटना का जिक्र भी करना चाहा, लेकिन उन्हें वह घटना याद ही नहीं. ഞാനപ്പോൾ ഈ സംഭവം പറഞ്ഞിട്ട് ഏട്ടനോട് സോറി ചോദിക്കാൻ നിന്നോ, പക്ഷേ ഏട്ടന് ഈ ഒരു ഇൻസിഡൻറ്റ് തന്നെ ഓർമ്മയില്ല. വോ ഇസെ ബിൽക്കുൽ പൂരി തരം ഭൂൽ ചുക്കേ ഹേ. അവരത് ഒരു നടന്ന സംഭവമായിട്ട് തന്നെ ഓർക്കുന്നില്ല. അവർ മുഴുവനായിട്ടും അതിനെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഓക്കെ സോറി, ആ സംഭവമല്ലേ, അതൊക്കെ ഞാൻ അന്നേ മറന്നു, ഞാൻ പക്ഷെ അതിൽ ക്ഷമിക്കുന്നു എന്നൊന്നും പറയാനുള്ളതില്ല. അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു. ഇല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു ഭാവമാണ് ഏട്ടൻ അത് ഓർക്കുന്ന തന്നെ ഇല്ല. तो इस अपराध के लिए मुझे क्षमा कौन कर सकता है. അപ്പോൾ ഉദയപ്രകാശ് നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ഈ ചെയ്ത അപരാധത്തിന്, അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, ഏട്ടനാണെങ്കിൽ ഓർമ്മയില്ല, അപ്പം ഞാൻ ഈ ചെയ്ത അപരാധത്തിന് എന്നോട് ആരാണ് ക്ഷമിക്കുക. क्या ऐसा अपराध नहीं है जिसके बारे में लिया गया जो निर्णय था वह गलत और अन्यायपूर्ण था, लेकिन जिसे अब बदला नहीं जा सकता. और क्या ऐसा अपराध नहीं है जिसे कभी भी क्षमा नहीं किया जा सकता, क्योंकि इससे मुक्ति
അസംഭവ് ഹോ ചുക്കി ഹെ. അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമാണ്, ആക്ച്വലി ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ഇല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ കുഴപ്പം കൊണ്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ക്ഷമിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഉദയപ്രകാശ് ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത്, ഇത് ക്ഷമിക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറ്റാണോ, ഇല്ലെങ്കിൽ ഇത് പറഞ്ഞു തീർന്ന് എനിക്ക് ക്ഷമ കിട്ടിയാൽ മാത്രമേ ഒരു അപരാധ ബോധം മാറുള്ളൂ. പക്ഷേ ഇന്നതെന്താണ്, അസംഭവ്. അതിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത്, അപരാധത്തിൽ നിന്ന്, ഞാൻ ചെയ്തു പോയ ആ ഒരു തെറ്റിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. കാരണം ആ തെറ്റ് എനിക്ക് തുറന്നു പറയാൻ, ക്ഷമിക്കേണ്ടവർ ക്ഷമിക്കാൻ ഇന്ന് അച്ഛനും അമ്മയും ഇല്ല, ഏട്ടനാണെങ്കിൽ അത് ഓർമ്മയും ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്ന് മുക്തി കിട്ടില്ല. ഈ അപരാധം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും എന്നാണ് ഉദയപ്രകാശ് ഈ അപരാധം എന്ന കഥയിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തും ബ്രദേഴ്സിൻ്റെ അടുത്തൊക്കെ ചെയ്തു പോയ ചില ഇൻസിഡൻ്റെങ്കിലും ഓർമ്മ വരും. ഉദയപ്രകാശിൻ്റെ കഥകളിൽ ഒരു ചെറിയൊരു അദ്ദേഹത്തിൻ്റെ കഥകളിലൊരു മെയിൻ തീമാണ്, ഭയങ്കര ടച്ചിങ് ആയിരിക്കും. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും അദ്ദേഹം പറയുന്ന കഥകളിലൊക്കെ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഹിന്ദി സാഹിത്യത്തിൽ ഒരു നല്ല സാഹിത്യകാരനായിട്ട് ഉദയപ്രകാശ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു, ധന്യവാദ്.